സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മളിത് വീണ്ടും പശ്ചിമേഷ്യയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ആദ്യം ഗസയ്ക്ക് മേൽ, പിന്നീട് വെസ്റ്റ് ബാങ്കിൽ ഒക്കെ ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ പാകത്തിൽ നടത്തിയ രൂക്ഷമായ ആക്രമണങ്ങൾ, ഏതാണ്ട് 40,000-ലധികം പേർ മരിച്ച ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. ഇറാനിൽ എത്തിയ ഫലസ്തീൻ്റെ മുൻ നേതാവ്, ഹമാസിൻ്റെ മുൻ നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് വധിക്കുന്നത് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. തെക്കൻ ലെബനനിലും ഇപ്പോൾ ബെയ്റൂട്ടിലും ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. ഏതാണ്ട് 558 മനുഷ്യർ ഒരു 48 മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നു അവിടെ. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ലിറാർ പുളിക്കലകത്താണ്. അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ കൂടിയാണ്. സ്വാഗതം ലിറാർ. നമ്മളിത് സംസാരിക്കുമ്പോൾ ഇതൊരു ഏകപക്ഷീയമായ ആക്രമണം, അത് ആദ്യം ഗസയിൽ ഹമാസിൻ്റെ ഒരു പ്രകോപനം, ചെറിയ തോതിലുള്ള പ്രകോപനം ഉണ്ടായി എന്ന് വിചാരിക്കുക. കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനത അവരുടേതായ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പുറത്താണ് ഇസ്രായേൽ ഈ അതികഠിനമായ ആക്രമണം, ഒരു നരഹത്യ തന്നെ അഴിച്ചുവിട്ടത്. ഏതാണ്ട് 40,000-ലധികം മനുഷ്യർ ഇതുവരെ അവിടെ മരിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഏറെയും കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ലെബനനിൽ ഏതാണ്ട് സമാനമായ ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇസ്രായേൽ. 558 പേർ മരിച്ചിരിക്കുന്നു. അതിൽ തന്നെ 35ഓളം കുഞ്ഞുങ്ങളുണ്ട്, 100ഓളം സ്ത്രീകളുണ്ട്. ഇതൊരു ഓൾ ഔട്ട് വാറായിട്ട്, അതായത് ഇസ്രായേൽ എന്താണോ ലക്ഷ്യമിടുന്നത് ആ ഭൂപ്രദേശം മുഴുവൻ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു ഓൾ ഔട്ട് വാറായിട്ട് മാറ്റാനാണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾക്ക് വേണമെങ്കിൽ അങ്ങനെ ന്യായമായിട്ടും സംശയിക്കാം. കാര്യം ഏതാണ്ട് ഒക്ടോബർ 8 സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ എപ്പിസോഡ് ഓഫ് വാർ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആദ്യം ഗാസക്ക് നേരെ, അതിനിടയിൽ കൃത്യമായ ഇടവേളകളിൽ ഗാസയെ കൂടാതെ നമുക്ക് കാണാൻ പറ്റും ലെബനോൻ, സിറിയ, ഈവൻ ഇറാൻ വരെ പലതരത്തിൽ ഒറ്റപ്പെട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ആക്രമിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടുത്തെ ലീഡേഴ്സിനെയോ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന മിലിറ്റന്റ് ഓർഗനൈസേഷൻസിന്റെ അംഗങ്ങളെയോ ലീഡേഴ്സിനെയോ അതിന്റെ കൂടെ സിവിലിയൻസിനും പലതരത്തിൽ അറ്റാക്ക് നമ്മൾ ഒക്ടോബർ 7 ഹമാസിന്റെ അറ്റാക്കിന് ശേഷം നമ്മൾ കാണുന്നു. അപ്പോ ഈ ഓൾ ഔട്ട് വാർ നേരത്തെ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ നേരത്തെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ഡിക്ലെയർഡ് ആയിട്ടുള്ള വാർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ അതിനൊരു മാറ്റം നമുക്ക് കാണുന്നത് ഇവൺ ഇസ്രായേലി ഒഫീഷ്യൽസ്, ഡിഫൻസ് മിനിസ്റ്റേഴ്സ് അടക്കം ഓപ്പൺലി തന്നെ പറയുന്നത് ഇത് ഈ ഒരു യുദ്ധത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് ഒരു ന്യൂ ഫേസ് തുറന്നു എന്ന് തന്നെ അവർ ഓപ്പൺലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നേരത്തെ ഗാസയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആക്രമണം ഇനി അത് മാറിയിട്ട് ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡറിലേക്ക്, ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡർ മീൻസ് ലെബനോന്റെ സദേൺ സൈഡായിട്ട് വരും. അവിടെയാണ് നമുക്കറിയാം ഹിസ്ബുള്ളയുടെ ഒരു സ്ട്രോങ് ഹോൾഡായിട്ട് ഹിസ്ബുള്ള കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖല അതാണ്. അപ്പൊ ഗാസയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും ഇസ്രായേലി ഡിഫൻസ് വിങ്ങിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും, മിലിറ്ററി വിങ്ങിന്റെയും അവരെ എല്ലാ സംഗതികളും അങ്ങോട്ടേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇത് നമുക്ക് ഇപ്പൊ ഈ ഒരു പുതിയ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് അവർ ഓപ്പൺലി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കാര്യം ഗാസയിൽ അവർ ഏതാണ്ട് ഇപ്പൊ നേരത്തെ രാജീവ് സാർ പറഞ്ഞ പോലെ തന്നെ 40,000-നും 45,000-നും ഇടയിൽ ആളുകൾ ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതിൽ തന്നെ കൂടുതൽ സിവിലിയൻസ് ആണ്, സ്ത്രീകളും കുട്ടികളടക്കമുള്ള ആളുകളാണ്. ഏതാണ്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഗാസ ഒരു വാസയോഗ്യമല്ലാത്തൊരു സ്ഥലമാക്കി മാറ്റി കഴിഞ്ഞു. അപ്പം ഇനി അവര് ഒരു പക്ഷെ അവരുടെ ഒരു ആഗ്രഹം ഈ ഒരു യുദ്ധം മാക്സിമം നീണ്ടു പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും ഒരു പക്ഷെ. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ഈ ലെബനോൻ വാറിൽ നമുക്ക് കാണുന്ന അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒക്ടോബർ 8 യുദ്ധം തുടങ്ങിയതിനു ശേഷം നമ്മൾക്ക് കാണുന്നതാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഇസ്രായേലിലേക്ക് അറ്റാക്ക് നടക്കുന്നു, റോക്കറ്റുകളും മിസൈലുകളും അയക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് 60,000-നും 70,000-നും ഇടയിൽ ഇസ്രായേലി സിറ്റിസൺസ് നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവര് റീലൊക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവര് മാറി താമസിക്കാൻ നിർബന്ധിതരായി. അത് ഇസ്രായേലി അതോറിറ്റി തന്നെ പറഞ്ഞിട്ടാണ് അവർ റീലൊക്കേറ്റ് ചെയ്തത്. അപ്പൊ ഈ ആളുകളെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പം അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പുറത്ത് ഇതേപോലെ സദേൺ ലെബനോനിൽ ഇപ്പൊ നമ്മൾ കാണാൻ പറ്റും കൂട്ടപ്പാലായനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോ ഒരു ഭാഗത്തുള്ള ആളുകളെ അവരെ ഹോമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ഭാഗത്തുള്ള ആളുകൾ ഇപ്പം ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ നമുക്ക് ഈ പശ്ചിമേഷ്യയുടെ ഒരു കഴിഞ്ഞ ഒരു മോഡേൺ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഈ അഭയാർത്ഥി പ്രവാഹം അതൊരു അവിടുത്തെ ഒരു പുതിയൊരു പ്രതിഭാസം ഒന്നുമല്ല, വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ 1948 മുതൽ പലസ്തീൻ അഭയാർത്ഥികളുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ രാഷ്ട്രങ്ങൾ നോക്കി കാണാൻ പറ്റും. അത് ലെബനോനിൽ ഉണ്ടായിട്ടുണ്ട്, ലെബനീൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് സിറിയയിൽ ഉണ്ടായിട്ടുണ്ട്, ഇറാഖിൽ ഉണ്ടായിട്ടുണ്ട്. സിറിയ ഒരു കാലത്ത് ഒരുപാട് അഭയാർത്ഥികളെ അഭയം കൊടുത്ത രാഷ്ട്രം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന രാഷ്ട്രമായിട്ട് മാറുന്നു. ഇപ്പൊ ലെബനോനിന് വീണ്ടും ഇതേപോലെ അവർ സിറിയൻ ബോർഡറിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ബെയ്റൂത്ത് വരെ സേഫ് അല്ല. ബെയ്റൂത്ത് നമുക്കറിയാം, ബെയ്റൂത്ത് ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. അതേസമയം ഹിസ്ബുള്ള ഫോക്കസ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സദേൺ ലെബനോണിനാണ്. അപ്പം ഈ ആളുകള് എന്താണ് ഈ ഒരു മൾട്ടിപ്പിൾ ടൈം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ നേരത്തെ രാജു സാർ ചോദിച്ച പോലെ ഇസ്രായേൽ ഈ ഒരു വാർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എക്സ്പാൻഷൻ ഓഫ് ഇസ്രായേൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാര്യം 1947 UN സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പലസ്തീൻ പ്രകാരം പാർട്ടീഷൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന് 55% പലസ്തീൻ ഭൂമി കിട്ടിയത് ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ 1948 നഖബ എന്നൊക്കെ പലസ്തീൻസ് വിളിക്കുന്ന കറ്റാസ്ട്രോഫി, ആ ഒരു ദുരന്ത ദിനത്തിൽ അന്ന് തന്നെ ആ ഒരൊറ്റ യുദ്ധത്തിൽ തന്നെ അഡീഷണൽ ആയിട്ട് 25% ലാൻഡ് അവർ അന്ന് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാം 1967 യുദ്ധത്തിൽ പലസ്തീൻ ടെറിട്ടറി കൂടാതെ നമുക്കറിയാം പലസ്തീൻ ബാക്കിയായിരുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും കൂടാതെ ഈജിപ്തിന്റെ ഭാഗമായിട്ടുള്ള സിനായി പെനിൻസുലയും പിന്നീട് സിറിയയുടെ ഭാഗമായിട്ടുള്ള ഗൊലാൻ ഹൈറ്റ്സ് ഒക്കെ അവര് ക്യാപ്ചർ ചെയ്തു. പിന്നീട് നമുക്കറിയാം ഈ സിനായ് പെനിൻസുല 1978-79 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് ശേഷം അത് ഈജിപ്തിന് തിരിച്ചു കൊടുക്കുന്നു. അതേസമയം ഗൊലാൻ ഹൈറ്റ്സ് 1981 തോന്നുന്നു അത് ഇസ്രായേൽ ഒഫീഷ്യൽ അവർ അനക്സ് ചെയ്യാണ്, ഇസ്രായേലിന്റെ ഭാഗമാക്കിയിട്ട് സിറിയയുടെ ടെറിട്ടറി. പിന്നെ നമുക്കറിയാം ലെബനോന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെബനോനിലും അവര് പല സമയത്തായിട്ട് ഇൻവേഷൻ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ലെബനോന്റെ മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ഈ ഒരു വാറിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈവൺ ഹിസ്ബുള്ളയുടെ ഒരു തുടക്കം തന്നെ അല്ലെങ്കിൽ അതിന്റെ ഫോർമേഷൻ നമ്മൾക്ക് ഇസ്രായേൽ ഇൻവേഷനുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അല്ലാതെ നമ്മൾ ഇപ്പം വെസ്റ്റ് ഏഷ്യയില് അതിപ്പോ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഷിയ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ നോക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഒട്ടുമിക്ക ഓർഗനൈസേഷൻസ്, മോസ്റ്റ് ഓഫ് ദി മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഇൻ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ, അത് ഫോം ചെയ്തത് ഇസ്രായേൽ എന്ന രാഷ്ട്രം ഫോം ചെയ്തതിനു ശേഷം മാത്രമാണ്. അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാറോ അല്ലെങ്കിൽ ഇസ്രായേലി ഇൻവേഷൻ ഈ പറഞ്ഞ രാഷ്ട്രങ്ങളുടെ ടെറിട്ടറിക്ക് അകത്ത് വന്നതിന് ശേഷം മാത്രമാണ്. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ, നമ്മളിപ്പം ഇന്നത്തെ ചർച്ചാ വിഷയം ഹിസ്ബുള്ള അത് കാരണം ഹിസ്ബുള്ളയെ നോക്കുകയാണെങ്കിൽ തന്നെ 1982 മുതലുള്ള ഇസ്രായേൽ ഇൻവേഷന് ശേഷം മാത്രമാണ് ഹിസ്ബുള്ള ഫോം ചെയ്തത്. 85 അല്ലെങ്കിൽ 1980s ഒരു തുടക്കത്തിൽ 82-നും 85-നും ഇടയിൽ ആ ഒരു സമയത്താണ് ഇതിന്റെ ഫോർമേഷൻ. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ 75 മുതൽ ഉള്ള ഈ സിറിയൻ സിവിൽ വാർ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലെബനോൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നു. സദേൺ നമുക്കറിയാം ലെബനോനിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇൻവേഷൻ നടക്കാൻ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് വെച്ചാൽ 1972 മുതൽ നമുക്ക് 71 മുതൽ നമുക്ക് പറയാം PLOയുടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെയ്റൂട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റും അത് ജോർദാനിലെ അമ്മാനിലായിരുന്നു. അത് 1970 ഒരു ബ്ലാക്ക് സെപ്റ്റംബർ ഇൻസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു അറ്റാക്ക് ഒക്കെ നടക്കുന്നുണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ. പിന്നീട് അതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് നമ്മളെ ഈ 72 നമ്മളെ മ്യൂണിച്ച് ഒളിമ്പിക്സ് എന്നാണെന്നാണ് എന്റെ ഓർമ്മ. അതിന്റെ ഒരു ബ്ലാക്ക് സെപ്റ്റംബർ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു തിരിച്ചടി പലസ്തീൻ ഓർഗനൈസേഷൻ നടത്തുന്നു. അതിന്റെ തിരിച്ചടിയായിട്ട് അതിലെ പങ്കെടുത്ത ഏതാണ്ട് എല്ലാ ലീഡേഴ്സിനും മൊസാദിന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെടും. നമ്മൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ജോർദാനിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ട PLOയുടെ ബേസ് പിന്നീട് ബെയ്റൂത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ബെയ്റൂത്തിൽ ഏകദേശം ഒരു 72 മുതൽ 82 വരെ അവിടെ ഉണ്ടായിരുന്നു. 71 മുതൽ 82 വരെ. 82 ലോകത്തെ നടക്കിയ സാബ്ര ഷാത്തില മസാക്കർ നടക്കുന്നത്, കൂട്ടക്കൊല നടക്കുന്നത്. അത് ലെബനാന്റെ ബെയ്റൂട്ടിലെ ഒരു ഔട്ട്സ്കേർട്ടിലാണ് ഈ ഒരു PLO ബേസും അവരെ റിഫ്യൂജി ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ തകർക്കാനും അവിടുന്ന് PLOയെ അടിച്ച് ഓടിക്കാനും എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ലോക്കൽ ക്രിസ്ത്യൻ ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷന്റെ എനിക്ക് തോന്നുന്നു സദേൺ ലെബനീസ് ആർമി സംതിങ് അങ്ങനെ ഒരു പേരാണ് എന്റെ ഓർമ്മയിൽ. അവരെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇവിടുത്തെ PLO ബേസിന് അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ അടിച്ചോടിക്കുക മീൻസ് വിത്തിൻ 2 days ഏകദേശം എനിക്ക് തോന്നുന്നു 5000 അത്രയും നമ്പർ ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്തു, ബുച്ചേർഡ്. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് പിന്നീട് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിരുന്നുള്ള ഏരിയൽ ഷാരോൺ. യെസ് അയാള് ബുച്ചർ ഓഫ് ബെയ്റൂട്ട് എന്നൊക്കെയാണ് പുള്ളിയെ പിന്നീട് വിളിച്ചത്. അന്ന് ആ സമയത്ത്
ടൈം മാഗസിന്റെ കവർ പേജിലൊക്കെ ആയിട്ട് വന്ന ഒരു സ്റ്റോറി ആയിരുന്നത് ഈ സാബ്ര ഷാത്തിലെ മസാക്കർ. അപ്പൊ അതിന് ശേഷം അന്ന് ഈ 82 മുതൽ പിന്നീട് 2000 വരെ ഏകദേശം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രസൻസ് നമുക്കവിടെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് സദേൺ ലെബനോനിൽ. അപ്പൊ അന്നാണ് ഇത്തരം ഓർഗനൈസേഷൻസിന്റെ ഒരു പ്രസൻസും ഫോർമേഷനൊക്കെ നമ്മൾ കാണുന്നത്. ഹിസ്ബുള്ള അടക്കമുള്ള ഹിസ്ബുള്ള പാർട്ടി ഓഫ് ഗോഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ലെബനോന്റെ മണ്ണിൽ നിന്ന് പിന്മാറുക. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മാത്രമല്ല, വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, വെസ്റ്റേൺ പ്രസൻസ്, മിഡിൽ ഈസ്റ്റ് എന്നുള്ള അതിന്റെ ഒരു പിന്മാറ്റമാണ് ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യം. അപ്പം 82 മുതൽ അല്ലെങ്കിൽ 82-5 ഇതിന്റെ ഫോർമേഷൻ മുതൽ അവർ ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഏതാണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അവർ സക്സസ്ഫുൾ ആണ് ഇൻ ദാറ്റ് ക്യാമ്പയിൻ. കാരണം 2000 ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടുന്ന് പിൻവാങ്ങേണ്ടി വന്നു. ഓക്കെ, പിന്നീട് നമുക്കറിയാം എന്ന് വെച്ച് അതിനുശേഷം യുദ്ധങ്ങൾ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല എന്നല്ല. 2006 നല്ലൊരു യുദ്ധം ഉണ്ടായത്. ഇവർ തമ്മിൽ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭാഗത്ത് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ മറുഭാഗത്ത് ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. ഇപ്പൊ ഹിസ്ബുള്ള നമുക്ക് ഒരേ സമയം അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതിന്റെ കൂടെ തന്നെ ഒരു മിലിറ്റന്റ്, ഒരു പാരാമിലിറ്ററി സ്വഭാവമുള്ള ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ കൂടിയാണ് ഹിസ്ബുള്ള. അവർക്ക് MP-മാരുണ്ട് ലെബനീസ് പാർലമെന്റിൽ. 15-15ഓളം MP-മാരുള്ള ഒരു പാർട്ടിയാണ്. നേരത്തെ അവർ ഭരണകക്ഷിയിലും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ഒരു ഡ്യുവൽ അങ്ങനെ ഒരു നേച്ചറുള്ള ഒരു സംഘടനയാണത്. ഒരേ സമയം രാഷ്ട്രീയ പാർട്ടിയാണ്, അതേസമയം മിലിറ്റന്റ് ഓർഗനൈസേഷൻ ആണ്. അത് മാത്രമല്ല യുദ്ധത്തിൽ പങ്കെടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഘടന കൂടിയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ പോലത്തെ രാഷ്ട്രങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഏറ്റുമുട്ടി പരിചയമുള്ള ഒരു സംഘടന കൂടിയാണ് ഈ ഒരു ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ ഒരു അറ്റാക്ക് നടക്കുമ്പം ഇസ്രായേൽ അതോറിറ്റി പറയുന്നത് ഹിസ്ബുള്ളയെ മാത്രം ടാർഗറ്റ് ചെയ്യാണ്. ഹിസ്ബുള്ളയുടെ മിലിറ്റന്റ് ബേസുകളും അല്ലെങ്കിൽ അവരെ മിലിറ്റൻസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ഓരോ തവണ, അതിപ്പോ ഹമാസിന്റെ കേസിലും ഇവർ തുടക്കം മുതലേ പറയുന്നതാണത്. പക്ഷെ നമ്മൾ ഈ മരണനിരക്കും പരിക്കേറ്റ കാര്യങ്ങളും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതൊക്കെ കൂടുതൽ അഫക്ട് ചെയ്തത് അല്ലെങ്കിൽ മെജോറിറ്റി ഇതെല്ലാം അഫക്ട് ചെയ്തത് അവിടുത്തെ സിവിലിയൻസിനാണ്. പ്രത്യേകിച്ച് നേരത്തെ രാജീവ് സാറ് പറഞ്ഞ പോലെ സ്ത്രീകളെയും കുട്ടികളെയാണ് ഇതെല്ലാം അറ്റാക്ക് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. റൈറ്റ്. നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹിസ്ബുള്ള അവരുടെ ഒരു ചരിത്രം എടുത്ത് വെച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ വളരെ തന്ത്രപരമായി നേരിടുകയും ഒരു പരിധി വരെ അവരെ പ്രതിരോധിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തൊരു ഗ്രൂപ്പാണ്. ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർ ആണെങ്കിൽ പോലും ഹിസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് പക്ഷേ ഹിസ്ബുള്ളയെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഇപ്പോൾ തെക്കൻ ലെബനനിൽ ആക്രമണം നടത്തുന്നു, അതിന് തൊട്ട് പിറകെ ബെയ്റൂത്തിലാണ് ആക്രമണം നടക്കുന്നത്. ബെയ്റൂത്ത് എന്ന് പറയുന്നത് ലെബനൻ്റെ തലസ്ഥാനമാണ്. ലെബനൻ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനും കഴിയില്ല. കാരണം വെച്ചാൽ അവിടെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മാരണൈറ്റ് ക്രിസ്ത്യൻസ് കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടേക്ക് ഇതൊരു എന്താ പറയുക, ഒരു നിയന്ത്രണവുമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നു എന്നുള്ളൊരു മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ലേ? അത് രാജീവ് സാർ പറഞ്ഞത് ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം നേരത്തെ നമ്മൾ ഗാസയുമായിട്ട് അല്ലെങ്കിൽ ഹമാസുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ന്യായമായിട്ട് പറയാം അത് ഇസ്രായേൽ വേണമെങ്കിൽ ഇസ്രായേലിനെതിരെ അറ്റാക്കിന്റെ ഒരു പ്രതികാരമായിട്ട് ഒരു നോൺ സ്റ്റേറ്റ് ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനെ അവരുടെ ടെറിട്ടറിയിൽ കയറി അറ്റാക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിലവിൽ പലസ്തീൻ എന്നുള്ള രാഷ്ട്രം നമ്മൾക്ക് ഗ്ലോബിൽ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റി ഉള്ളൂ, ഗാസയും വെസ്റ്റ് ബാങ്കും അടക്കമുള്ള ടെറിട്ടറി ഉൾക്കൊള്ളിക്കുന്ന ഒരു പലസ്തീൻ അതോറിറ്റി. എന്നാൽ ലെബനോന്റെ കേസ് അങ്ങനെയല്ല. ലെബനോൻ നേരത്തെ രാജ്യ സാർ പറഞ്ഞ പോലെ അതൊരു പരമാധികാര രാഷ്ട്രം, ഒരു സോവറൻ സ്റ്റേറ്റ് ആണ്. അപ്പം ഒരു സ്റ്റേറ്റിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ ഒഫീഷ്യൽസിനെ അല്ലെങ്കിൽ അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി അപ്പാരറ്റസിനെല്ലാം മാറ്റിക്കൊണ്ട് വേറൊരു സ്റ്റേറ്റ് ഇൻവേഷൻ നടത്തുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആക്രമണം നടത്തി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അവിടുത്തെ സിവിലിയൻസിനെ കൊല്ലുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ രാഷ്ട്രങ്ങളുടെ ഒരു സെക്യൂരിറ്റിയും സോവറിനിറ്റിയും അതേപോലെ UN-ന്റെ റോളും കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചാ വിഷയമാവും. അതിപ്പോ നമ്മൾ ലെബനോന്റെ കേസ് ഇപ്പൊ നമ്മൾ സംസാരിക്കാനുള്ള കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ആക്രമണം നടന്ന് ഇത്രയും അധികം ആളുകൾ കൊല്ലപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പരിക്കേറ്റത് കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റും ഇറാനിൽ ആക്രമണം നടക്കുന്നുണ്ട്, ഇറാഖിൽ നടന്നിട്ടുണ്ട്, സിറിയയിൽ പലതവണ നടന്നിട്ടുണ്ട്, ഈവൻ എംബസി വരെ ആക്രമണം നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇറാന്റെ ഒഫീഷ്യൽസ് എല്ലാം കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ്. പക്ഷെ ലെബനോനിൽ വന്നപ്പോൾ നമ്മളിപ്പോ അത് ചർച്ച ചെയ്യാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാഷ്വാലിറ്റിയും കൂടുതൽ നഷ്ടങ്ങളും സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ അത് ചർച്ച ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അപ്പുറത്തെ ഹിസ്ബുള്ള ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു മാനം വരും. ഒരു കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനുമായിട്ടുള്ള ഒരു അറ്റാക്ക് അത്
പ്രത്യേകിച്ച് പേജർ അറ്റാക്ക് പോലത്തുള്ള പുതിയ തരത്തിലുള്ള ഒരു സൈബർ വാർഫെയർ ഒക്കെ നമ്മളിപ്പോ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇത് സംഭവിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ. അല്ലാതെ ഇസ്രായേലിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അവർ ആദ്യമായിട്ടൊന്നല്ല ഒരു ഫോറിൻ ടെറിട്ടറിയിൽ കയറിയിട്ട് എന്താണോ അവരുടെ ആവശ്യം, ആരാണോ അവരുടെ ലക്ഷ്യം, എങ്ങനെയാണ് അവരെ ഓപ്പറേഷൻ, അത് കൃത്യമായിട്ട് അവർ ചെയ്തു പോകുന്നുണ്ട്. അത് നമ്മൾ ത്രൂ ഔട്ട്, അതിപ്പം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല. ഇസ്രായേൽ എപ്പോഴൊക്കെ നമുക്കറിയാം, ഇസ്രായേലി മൊസാദ് ഏതൊക്കെ ഘട്ടത്തിൽ അങ്ങനെ ഏതൊക്കെ രാഷ്ട്രം, അതിപ്പോ അറബ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഈവൻ ആഫ്രിക്കൻ കൺട്രീസിൽ വരെ അത് കൃത്യമായിട്ട് അവർ ഓപ്പറേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലെബനോന്റെ കേസിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പൊ ഗാസ വാർ നടക്കുന്നത് കൊണ്ടും കാഷ്വാലിറ്റി നേരത്തെ പറഞ്ഞ പോലെ 40,000 കടന്നതുകൊണ്ടും പിന്നെ ഒരു ഓൾറെഡി ഇപ്പം ആന്റോണിയോ ഗുട്ടറസ് നമ്മുടെ UN സെക്രട്ടറി ജനറൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലെബനോൻ അല്ലെങ്കിൽ സ്പെസിഫിക്കലി സദേൺ ലെബനോൻ ഒരു പുതിയ ഗാസയായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം വളരെ ഹെൽപ്ലെസ്ലി ആണ് പറയുന്നത്. കാരണം നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിൽ കയറി വേറൊരു രാഷ്ട്രം ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ബ്രൂട്ടലി ഇടപെട്ടിട്ട് UN പോലത്തെ ഒരു ആഗോള സംഘടനക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. അത്ര തന്നെ. അതായത് ലെബനോൻ ഒരു ഗാസയാകാൻ പോകുന്നു. ഗാസയിൽ എന്തൊക്കെയാണ് നടന്നത്, എത്ര സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത്, എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഡാമേജ് ആയിപ്പെട്ടത്, അതൊക്കെ സ്വാഭാവികമായിട്ട് ലെബനോനിൽ നടക്കാൻ പോകുന്നു എന്നത് അദ്ദേഹം പരോക്ഷമായിട്ട് ഓപ്പൺ ആയിട്ട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് എത്രത്തോളം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എത്രത്തോളം അവർക്ക് അതിന് സക്സസ്ഫുള്ളി ഇസ്രായേലിന് അതിന് പിന്മാറ്റാൻ കഴിയുമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു ഇസ്രായേൽ ഇത് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇസ്രായേൽ നേരത്തെ സിറിയയെ പലതവണ ആക്രമിച്ചിട്ടുണ്ട്. ഏകപക്ഷീയമായ ആക്രമണങ്ങൾ, ഒറ്റപ്പെട്ട ഏകപക്ഷീയമായ അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ സിറിയയിൽ നടത്തിയിട്ടുണ്ട്, ഇറാനിൽ നടത്തിയിട്ടുണ്ട്, ഇറാഖിൽ നടത്തിയിട്ടുണ്ട്, ഫലസ്തീൻ ഭൂപ്രദേശത്ത് പലകുറി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഗസയിൽ ഒരു വംശഹത്യാശ്രമം അനുസ്യൂതം തുടരുന്നു. ഗസയിൽ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർക്കുന്നു, അവിടെ ഒരു സൈനിക നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പാരലായിട്ട് ഇറാനിൽ ആക്രമണം നടത്തുന്നു, ഇറാഖിൽ ആക്രമണം നടത്തുന്നു, സിറിയയിൽ ആക്രമണം നടത്തുന്നു, ലെബനാനിൽ വളരെ രൂക്ഷമായ ആക്രമണം നടത്തുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് നമ്മൾ നേരത്തെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകപക്ഷീയവും അപ്രതീക്ഷിതവുമായ ആക്രമണങ്ങൾക്കപ്പുറം ഇത് കുറെ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനായിട്ട് തോന്നുന്നില്ലേ? ഇതിപ്പോൾ ഇറാൻ അവർ പലകുറി ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ലെബനൻ ഹിസ്ബുള്ള നേരത്തെ മുതൽ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട്. സിറിയ എത്ര കാലം ഇങ്ങനെ അവരുടെ പ്രത്യാക്രമണത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇതൊരു എന്താ പറയുക, വലിയൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ലക്ഷ്യം ഇസ്രായേലിനുണ്ട് എന്ന് നമ്മൾ കരുതണ്ടേ? സ്വാഭാവികമായിട്ടും കാര്യം എന്താ വെച്ചാൽ അവരുടെ ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ എന്ത് ഇൻജസ്റ്റിസ്, എന്ത് വാർ ക്രൈം അവർ ചെയ്താലും UN-ലാണെങ്കിലും ഏത് പബ്ലിക് ഇതിലും അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് അവരിതെല്ലാം ചെയ്യുന്നത്. കാരണം ഈവൻ ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പം ഹിസ്ബുള്ളയുമായിട്ട് ഈ ഒരു അറ്റാക്ക് നടന്നതിന്റെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും അമേരിക്ക പുതിയൊരു നേവൽ ഷിപ്പിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. ഓൾറെഡി നമുക്കറിയാം 50,000-ത്തിനടുത്ത് US മിലിറ്ററി അല്ലെങ്കിൽ US നേവൽ ഫോഴ്സിന്റെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അഡീഷണൽ ആയിട്ട് ഒരു വൺ ഡിപ്ലോയ്മെന്റ് വീണ്ടും അവിടെ നടക്കുന്നു. അപ്പം ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു മാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഒരു അറ്റാക്കിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് മൊമെന്റിൽ ഇത്തരം ഓർഗനൈസേഷൻസിന്റെ ഭാഗത്ത് നിന്ന് തൊട്ട് അവർക്കുണ്ടായിരിക്കും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് US അടക്കമുള്ള രാഷ്ട്രങ്ങളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട്, ഡിപ്ലോമാറ്റിക്, ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി സപ്പോർട്ട്, അതിൽ US ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഏതാണ്ട് അങ്ങനത്തെ ഒരുപാട് രാഷ്ട്രങ്ങൾ ഇവരുടെ സപ്പോർട്ട് ഇസ്രായേൽ എപ്പോഴും എൻഷുർ ചെയ്യുന്നുണ്ട്. ഈവൻ UN-ൽ UN സെക്രട്ടറി ജനറലും വേറെ കുറെ മെജോറിറ്റി രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞാലും അവർക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ട്, എങ്ങനെയാലും അവർ ഒരിക്കലും ഒറ്റപ്പെടില്ല, അമേരിക്ക പോലത്തെ രാഷ്ട്രങ്ങളുടെ സപ്പോർട്ട് അവർക്കുണ്ട് എന്ന് ഇവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം അത് വർഷങ്ങളായിട്ടുള്ള ഒരു തണുപ്പം. ഈവൻ US എലക്ഷൻ നടക്കാൻ പോവാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു US എലക്ഷന്റെ തൊട്ട് മുമ്പായിട്ട് ജോ ബൈഡന്റെ ഒരുപക്ഷെ അവസാനത്തെ അഡ്രസ് ആയിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ UN-ൽ നടന്നത്. അതിലും അദ്ദേഹം പറഞ്ഞത് പിന്നെ യുദ്ധം ഒരു സൊല്യൂഷനുള്ള സമാധാനമായിട്ട് രണ്ട് രാഷ്ട്രങ്ങളും ഇതൊരു ഇതിൽ രമ്യതയിലേക്ക് എത്തണം എന്നുള്ള കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ അമേരിക്ക തന്നെയാണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ ആയുധങ്ങൾ ഇസ്രായേൽ പറഞ്ഞത് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേലി സിറ്റിസൺസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു ഡിഫെൻഡ് എന്നൊക്കെ പറയുന്നു.
അപ്പൊ അവിടെ ന്യായമായിട്ടുള്ള ചോദ്യം, ഈ ഇസ്രായേലിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലി ജനതയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഈ ആയുധങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആർക്കാണ് ഇതിൽ നഷ്ടം സംഭവിക്കുന്നത്, ആരാണ് കൊല്ലപ്പെടുന്നത്, ആരാണ് ആയുധം അയക്കുന്നത്? അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും അയക്കുന്ന ഇത്തരം സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഇതൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു പരീക്ഷണശാലയായിട്ട് മാറുകയാണ് പലസ്തീൻ അല്ലെങ്കിൽ ഇപ്പൊ ലെബനോൻ. അപ്പോ ഈ പരീക്ഷണശാലയിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ പറയാം ഇസ്രായേലിന്റെ സെക്യൂരിറ്റി അങ്ങനെയാണെങ്കിൽ അവര് അതിന്റെ ഏറ്റവും അതിന്റെ പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിലിറ്റന്റ് ഓർഗനൈസേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കമാൻഡേഴ്സ് ഇവരൊക്കെ കൊല്ലപ്പെടുന്നു. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ അത് വാദത്തിന് അംഗീകരിക്കാം. അവരെ മിലിറ്റന്റ് ഓർഗനൈസേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അവരെ ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യുന്നു, അവരെ ടെറിട്ടറി ഫോറിൻ ഇൻവേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള അവരെ ന്യായം. ഇസ്രായേലിന്റെ അതേ വാദത്തിന്റെ അതിന്റെ മറ്റൊരു വശം നമ്മൾ പറഞ്ഞെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. അവർക്കും എന്താണ് സെൽഫ് ഡിഫൻസിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ടെന്ന് പറയാം. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ അവരെ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് എന്നുള്ള കാറ്റഗറി തന്നെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാഷ്വാലിറ്റീസ് ലേറ്റസ്റ്റ് ലെബനോനിൽ നടക്കുന്നതാണെങ്കിലും ഗാസയിൽ നടക്കുക അതിലൊക്കെ കൂടുതൽ സിവിലിയൻസും സ്ത്രീകളും കുട്ടികളുമാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. എന്താണ് ഈ പറഞ്ഞ മിലിറ്ററി ബേസുകളോ അല്ലെങ്കിൽ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളോ അല്ല, മറിച്ച് സ്കൂളുകളും ആശുപത്രികളും ഇത്തരം കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞ ആംബുലൻസുകൾ, ഇത്തരം സംഗതികളാണ് ആക്രമിക്കപ്പെടുന്നത്. അപ്പം ഇസ്രായേലിന് ഇനിയിപ്പോ അവര് കൃത്യമായിട്ട് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ പോലത്തെ രാഷ്ട്രം നമുക്കറിയാൻ പറ്റാത്ത നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. അത് ഇറാന്റെ പ്രസിഡന്റ് കേസിൽ നമ്മൾ കണ്ടു, ഇറാന്റെ എംബസി അറ്റാക്ക് നമ്മൾ കണ്ടു, ലേറ്റസ്റ്റ് പേജർ അറ്റാക്ക് നമ്മൾ കണ്ടു. അപ്പൊ അവര് വേണമെന്ന് വിചാരിച്ചാൽ വളരെ ടാർഗറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു വ്യക്തിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് കൊല്ലാൻ പറ്റും. ഈവൻ ട്യൂണീഷ്യയിലുള്ള PLOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവർ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്ത ഉടനെ തന്നെ അവിടുത്തെ ഓഫീസ് അവർക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ദൂരം ഒരു നോർത്ത് ആഫ്രിക്കൻ രാഷ്ട്രത്തിൽ പോയിട്ട് വരെ അവരെ ടാർഗറ്റ്, അത് എന്ന് 1980-കളും 90-കളും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് സോഫിസ്റ്റിക്കേറ്റ് ടെക്നോളജിയും അത് കൃത്യമായിട്ട് വളരെ സക്സസ്ഫുള്ളി പല സമയത്ത് തെളിയിച്ച ഒരു രാഷ്ട്രം കൂടിയാണ് ഇസ്രായേലും ഡിഫൻസ് ഫോഴ്സും അല്ലെങ്കിൽ അവരുടെ ചാരസംഘടനകളും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് അവർ ഇത്രയും തുടർച്ചയായിട്ട് ഈ രാഷ്ട്രങ്ങളുടെ സോവറിനിറ്റി വയലേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഇത്രയും സിവിലിയൻ ലൊക്കാലിറ്റീസിൽ ഇത്രയും ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യം. അപ്പം നേരത്തെ രാജു സാറ് പറഞ്ഞ പോലെ ഇതിന് മറ്റൊരു ഉദ്ദേശമുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ന്യായമായിട്ടും സംശയിക്കാം. ഒരു എക്സ്പാൻഷൻ ഓഫ് ഇസ്രായേൽ എന്നുള്ളതാണോ, ഇനി അതല്ലെങ്കിൽ മറ്റു വല്ല ഉദ്ദേശങ്ങളുണ്ടോ, ഇനി അമേരിക്കക്ക് വല്ല താല്പര്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. റൈറ്റ്. ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്താൽ, ഹിസ്ബുള്ള അതിൻ്റെ രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഇസ്രായേലിനെ ചെറുക്കുന്നതിൽ ഇറാൻ്റെ പിന്തുണ വളരെ വ്യക്തമായിട്ട് അവർക്കുണ്ട്. എങ്കിൽ പോലും അവർ വളരെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിൽ ഏതാണ്ട് കുറേയൊക്കെ മികച്ചു നിന്ന ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. പക്ഷേ ഇപ്പോൾ ഈ പേജർ ബോംബുകൾ, അതുപോലെ വാക്കി ടോക്കി ബോംബുകൾ, തുടർന്നുണ്ടായ അതിഭീകരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഹിസ്ബുള്ളയെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസിസിലേക്ക് നയിക്കുകയാണോ ഇസ്രായേൽ ചെയ്യുന്നത്? നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അവരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസും അവരെ കണക്ഷൻസും അല്ലെങ്കിൽ അവരെ ഒരുപാട് ആംസ് ബേസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെപ്പൺസും അതിന്റെ പല ലൊക്കാലിറ്റീസും അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റി. അത് അവർ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ ഡിക്ലെയർ ചെയ്ത് 1000-ലധികം 1500-ഓളം ഇത്തരം അവരെ ടാർഗറ്റുകൾ കൃത്യമായിട്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് മിലിറ്ററി ബേസുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഈ വെസ്റ്റ് ഏഷ്യയിലെ ഇത്തരം ഹമാസ് ആയിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹൂത്തികളായിക്കോട്ടെ, ഇത്തരം മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് എപ്പോഴൊക്കെ ഇവർക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഇത്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അതിപ്പോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, അംഗബലമായിക്കോട്ടെ, എങ്ങനെയൊക്കെ ഇവരെ ഏതൊക്കെ സ്റ്റേജിൽ തകർത്തിട്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി ഒരിക്കലും പൊങ്ങി വരൂല, അത്രയും ഡാമേജസ് വരുത്തി എന്ന് പറയുന്നു. എന്നാലും നെക്സ്റ്റ് മൊമെന്റിൽ പിന്നെയും നമ്മൾ കാണുന്നത് ഇവരെ അറ്റാക്കാണ്. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഈ ദിവസങ്ങളിലൊക്കെ ഇതേ സദേൺ ലെബനോനിൽ നിന്ന് തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് തന്നെ നോർത്തേൺ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹൈഫ സിറ്റി വരെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൂത്തികളെ ഇവൻ കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ ഇസ്രായേലിന് തന്നെ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വരുന്നു അല്ലെങ്കിൽ മിസൈലുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുക്കണം. ടെല്ലവീവിനെ പോലും ഇപ്പോഴും ആക്രമിക്കാൻ പാകത്തിനുള്ള ശേഷി ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ തവണ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ വേറൊരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഇവര് വീണ്ടും ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഇസ്രായേൽ ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തികളെയും ഹമാസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കാരണം പറയുന്നത് സെക്യൂരിറ്റി ഓഫ് ഇസ്രായേൽ അല്ലെങ്കിൽ സേഫ്റ്റി ഓഫ് ഇസ്രായേലി സിറ്റിസൺസ്. ഇതാണല്ലോ അവർ ന്യായമായിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത് 948 മുതൽ ഇവർ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. അതിപ്പം അറബ് രാഷ്ട്രങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിലും അറബ് ടെറിട്ടറി ഒക്കുപ്പൈ ചെയ്ത് ഇൻവേഷൻ നടത്തി സെറ്റിൽമെന്റ് നടത്തുന്ന കാര്യത്തിലാണെങ്കിലും മിലിറ്റന്റ് ഓർഗനൈസേഷൻസിന് ഫോം ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും പിന്നീട് അതിന്റെ ഭാഗമായിട്ട് വാറും ഇതൊക്കെ നടക്കുന്നതും ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് ഫോഴ്സ് ഇത്രയും കാലം ചെയ്തത് ശരിയായിരുന്നു, അല്ലെങ്കിൽ ഇവർ സക്സസ്ഫുള്ളി ഇത്തരം ഓർഗനൈസേഷൻസിനെ അറ്റാക്ക് ചെയ്ത് അവരെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഓർഗനൈസേഷൻസ് ഇപ്പോഴും വീണ്ടും ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ അതിപ്പോ നമുക്കറിയാം, ലെബനോന്റെ കേസിൽ 982 മുതൽ 2000 വരെ കണ്ടിന്യൂസ് ആയിട്ട് സദേൺ ലെബനോനിൽ സ്റ്റേ ചെയ്ത ഡിഫൻസ് ഫോഴ്സ് ആണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. അതിനുശേഷമാണ് പിൻവാങ്ങിയത്. പിന്നീട് 2006 അറ്റാക്ക് നടക്കുന്നത്, 2008 പല സമയത്തായിട്ട് നമുക്കറിയാം ഹമാസുമായിട്ടും ഹിസ്ബുള്ളുമായിട്ടും ഡയറക്റ്റ് ആയിട്ടും അല്ലാതെ യുദ്ധം നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നീണ്ടു നിന്ന കൂടുതൽ കാഷ്വാലിറ്റിയുടെ യുദ്ധം മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഗാസയിലാണെങ്കിലും സദേൺ ലെബനാണെങ്കിലും ഇത്രയും അറ്റാക്കുകളും ഡിസ്ട്രക്ഷൻ ഒക്കെ നടത്തിയിട്ട് പോലും വീണ്ടും ഇസ്രായേലിലേക്ക് പല ലൊക്കേഷൻസിന് വീണ്ടും അറ്റാക്ക് വരുന്നു. അപ്പം ഇത് ഇസ്രായേൽ വിചാരിക്കുന്നതിന് അപ്പുറത്തായിട്ടാണ് ഇവരെ ഈ ഒരു ആർമമെന്റ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിനുള്ള ഇവരുടെ ടാക്ടിക്സും സ്ട്രാറ്റജീസും ഒരു പക്ഷേ ഇവർ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറത്തായിരിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണമെങ്കിൽ പറയാം, ഇവർക്ക് മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ തകർത്ത് മുഴുവൻ മിലിറ്റന്റ് ഓർഗനൈസേഷൻസും തകർത്ത് അല്ലെങ്കിൽ ഈ ഒരു വരും വർഷങ്ങൾ അവർക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ ഒരു പക്ഷെ തകർക്കാൻ പറ്റി തരും. പക്ഷെ അപ്പോഴും ആ ഒരു ആശയം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രസക്തി. കാര്യം ഈ പറഞ്ഞ സംഘടനകൾക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്കെല്ലാം നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കാരണം അവരുടെ ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദ ലിബറേഷൻ ഓഫ് ദെയർ ലാൻഡ്, അത് വർഷങ്ങളായിട്ട്. അപ്പം ആ ഒരു ന്യായമായിട്ടുള്ള ആവശ്യം അവിടെ മീറ്റ് ചെയ്യാത്തിടത്തോളം കാലം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്രായേൽ എത്ര ഫോഴ്സ് ഉപയോഗിച്ചാലും അത് ഇസ്രായേൽ ആയിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള വിജയം, യുദ്ധത്തിൽ ജയിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കാം. കൂടുതൽ നാശനഷ്ടങ്ങൾ ലെബനോനും അല്ലെങ്കിൽ ഗാസയിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഫലസ്തീൻ ടെറിട്ടറിയിലായിരിക്കാം. പക്ഷെ അപ്പോഴും ഇസ്രായേലിന്റെ സെക്യൂരിറ്റി എന്നുള്ള മാറ്റർ ചോദിച്ചതിന്റെ മറ്റും അപ്പോഴും അവിടെ കിടക്കാണ്. കാരണം ഓരോ യുദ്ധം കഴിയുമ്പോഴും വീണ്ടും ഇപ്പൊ നമുക്ക് നേരത്തെ 4 യുദ്ധങ്ങൾ കഴിഞ്ഞ അറബ് രാഷ്ട്രങ്ങളുമായിട്ട് 48-ലും 56-ലും 67-ലും 73-ലും നടന്നു. അതിനുശേഷം മാത്രമാണ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അറബ് രാഷ്ട്രങ്ങളുടെ അറ്റാക്ക് ഇല്ലാതിരുന്നത്. പക്ഷെ ഓരോ അറ്റാക്ക് കഴിഞ്ഞപ്പോഴും ഇസ്രായേൽ വിചാരിച്ചത് ഇനി അറബ് രാഷ്ട്രങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ഒരു കാര്യം, ഇപ്പോൾ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ഉണ്ട്, അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയത് അബ്രഹാമിക് അക്കോർഡ് ഉണ്ട്. ഇങ്ങനെ പല കരാറുകളുടെ ഭാഗമായിട്ട് ഇസ്രായേലിനോട് ഒരു മൃദു സമീപനത്തിലേക്ക് വന്ന രാഷ്ട്രങ്ങളുണ്ട്, അറബ് രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ, ഈജിപ്ത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് ശേഷം ആദ്യം ഈജിപ്താണ് ഇസ്രായേലുമായിട്ട് ധാരണയിലെത്തുന്നത്. മറ്റ് വിഷയങ്ങളിൽ വലിയ തോതിൽ ഇടപെടാതെ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈജിപ്ത് നിലകൊള്ളുന്നു. ഇപ്പോൾ എബ്രാഹിമിക് അക്കോർഡ് വരുമ്പോൾ ബാക്കി ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന സാഹചര്യം വരുന്നു. ഈജിപ്തിന് ശേഷം തന്നെ ജോർദാൻ 1994 ഇപ്പൊ മൊറോക്കോ, ബഹ്റൈൻ, UAE ഒക്കെയാണ് അതെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രങ്ങളൊക്കെ ഈ പല കരാറുകളുടെ ഭാഗമായിട്ട് ഇസ്രായേലിനോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അതിക്രമങ്ങളെ ചെറുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് പോകും? ഇറാൻ എത്ര കാലം ഇത് സഹിക്കാൻ പറ്റും? ലെബനാൻ എത്ര കാലം ഇത് സഹിക്കാൻ പറ്റും? സിറിയയ്ക്ക് എത്ര കാലം ഇത് സഹിക്കാൻ പറ്റും? മറ്റ് ഗൾഫ് അറബ് കൺട്രീസ് അവർക്ക് എത്ര കാലം ഒരു നിലപാടെടുക്കാതെ ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അത് ആ ക്ഷമയെ പരീക്ഷിക്കുകയാണോ ഇസ്രായേൽ? ഇതിൽ നമുക്ക് ഇപ്പം ഈ പുതിയ ഒക്ടോബർ 7 ശേഷം നമുക്ക് ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു ആക്രമണത്തിന്റെ ഒരു മാറ്റം ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി നമുക്ക് പ്രധാനമായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന്, ഇസ്രായേലിനെ നേരത്തെ അംഗീകരിച്ചിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പല രാഷ്ട്രങ്ങളും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഓപ്പൺലി പലസ്തീനിയൻസിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് രാഷ്ട്രങ്ങൾ, ഞാൻ വേണ്ടി പറയുന്നില്ല. അതുപോലെ തന്നെ അത് മീൻസ് അവരൊരു സ്റ്റാൻഡ് പോയിന്റ് അവർ ചെറുതായിട്ടൊരു മാറ്റം സംഭവിച്ചു. അതിന്റെ കൂടെ തന്നെ അറബ് ലീഗിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അറബ് ലീഗ് ഹിസ്ബുള്ള പോലത്തെ ഒരു സംഘടനയെ ഒരു തീവ്രവാദ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിലായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം അറബ് ലീഗില് മെയിൻ ആയിട്ട് സുന്നി രാഷ്ട്രങ്ങളാണ്. സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളല്ലാത്തത് പക്ഷെ ബഹ്റൈനും അല്ലെങ്കിൽ
ഇറാഖ് പോലത്തെ രാഷ്ട്രങ്ങളുണ്ട്, ബാക്കിയെല്ലാം നമുക്കറിയാം സുന്നി മെജോറിറ്റി രാഷ്ട്രങ്ങളാണ്. അത്തരം ഒരു സംഘടന, ഒരു ഷിയ മിലിറ്റന്റ് ഓർഗനൈസേഷനെ അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു. വേറൊരു കാര്യം, നമുക്ക് ഇപ്പം അബ്രഹാം അക്കോർഡ് അവിടെ ഉണ്ടെങ്കിൽ കൂടി പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഓപ്പൺലി ഇസ്രായേലുമായിട്ട് ഒരു ഇതില് പോവാൻ താല്പര്യപ്പെടുന്നില്ല. അതിനവർ കാര്യം എന്താ വെച്ചാൽ അറബ് പബ്ലിക് വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേലിനെതിരും അതേപോലെ ഇവരുടെ ഭരണകൂടത്തിന്റെ പ്രോ ഇസ്രായേലി സ്റ്റാൻഡിനെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന, അത് രഹസ്യമായിട്ടാണ് അല്ലെങ്കിലും, അപ്പൊ ആ ഒരു അറബ് പബ്ലിക്കിനെ ഇവർ കൃത്യമായിട്ട് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇറാനുമായിട്ടോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഒരു ഡിഫറൻസോ ഒരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ കൂടി അവരത് ഓപ്പൺലി ഡിക്ലെയർ ചെയ്യാത്തത്. പലസ്തീൻ കോസ് എന്നുള്ളത് ഒരു ജനറൽ അറബ് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരോടോ ഈ പലസ്തീനൻസിന്റെ, ഹമാസിനെ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ പലസ്തീൻ ലിബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇൻവേഷനെതിരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ആരാണോ, സംഘടനകൾ ഏതാണോ, അതിനെ സപ്പോർട്ട് ചെയ്ത മാനസികമായിട്ട് അതിനോട് അടുത്ത് നിൽക്കുക എന്നുള്ള അറബ് പബ്ലിക്കിന്റെ ഒരു മനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നേരത്തെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭരണാധികാരികളൊക്കെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അവര് ഈവൻ താല്പര്യം ഉണ്ടായിട്ടാണെങ്കിലും ഇല്ലെങ്കിലാണെങ്കിലും സ്ട്രോങ് ആയിട്ടോ വീക്കായിട്ടോ അവർ ഇസ്രായേലിനെ പലപ്പോഴും അപലപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓരോ അറ്റാക്ക് നടക്കുന്നു. ഇപ്പോൾ ജോർദാനും ഈജിപ്തൊക്കെ പലപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അവര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പീസ് ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പൊ നമുക്ക് കാണാം ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിലൊന്നും പോവാത്ത രാഷ്ട്രങ്ങളാണ് ഈജിപ്തും അതേപോലെ ജോർദാനും. വർഷങ്ങളായിട്ട് ഈജിപ്ത് 87 ശേഷം വാറുണ്ടായിട്ടില്ല, അതേപോലെ 78 ശേഷം, അതേപോലെ ജോർദാനും അതിനുശേഷം പ്രത്യേകിച്ച് 94 പീസ് അഗ്രിമെന്റിന് ശേഷം ജോർദാനും ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടക്കുന്നില്ല രണ്ട് തമ്മിൽ. അതേസമയം ഇതേ ജോർദാനിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാം ഏതാനും 1-2 ഒരു മാസം മുമ്പ് കാണാൻ തോന്നുന്നു വെസ്റ്റ് ബാങ്കിൽ കയറിയിട്ട് 2-3 ഇസ്രായേലി പട്ടാളക്കാരെ വെടിവെച്ചു കൊള്ളുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അറബ് പബ്ലിക് വളരെ ഓപ്പൺലി തന്നെ മെല്ലെ ഇസ്രായേലിനെതിരെ ആയുധം എടുത്തു തുടങ്ങി ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ സെന്റിമെന്റ്സ് കൃത്യമായിട്ട് ഒരു പ്രോ പലസ്തീൻ നേരത്തെ ഉള്ളത് ഒന്നുകൂടി അത് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ ഒരു സംഭവവികാസങ്ങളുടെ ഒരു ഫലമായിട്ട് എനിക്ക് തോന്നുന്നു. റൈറ്റ്. ഇത് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു ആ പ്രദേശത്തെ മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരമൊരു വലിയ ക്രൈസിസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് തുടർച്ചയായിട്ട് അമേരിക്കയുണ്ട്, അമേരിക്കയും മറ്റ് നാറ്റോ സഖ്യരാജ്യങ്ങളുമുണ്ട്. അപ്പുറത്ത് വേണമെങ്കിൽ ചേരാൻ പാകത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയുണ്ട്, ആ മേഖലയിൽ താല്പര്യമുള്ള ചൈനയുണ്ട്. അപ്പോൾ ഈ ആക്ടേഴ്സൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന വിധത്തിലേക്കിത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു സംഘർഷമായിട്ട് മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? സാധ്യത എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിന് ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഒരു സാധ്യത ഉണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസ് ഒരു രാഷ്ട്രമല്ല, ഒരു സംഘടന, ഒരു സംഘടന മാത്രമാണ്. ഹിസ്ബുള്ള ഇതേപോലെ തന്നെ സദേൺ ലെബനോനിലെ ഒരു സംഘടന മാത്രമാണ്. അതും ഒരു പാരാമിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. രണ്ടും സ്റ്റേറ്റ് മിലിറ്ററി ഭാഗമല്ല. അതേസമയം ഇറാൻ അല്ലെങ്കിൽ സിറിയ അല്ലെങ്കിൽ ലെബനോന്റെ സാധ്യത കുറവാണ്. സിറിയയോ ഇറാനോ ആണ് എന്തെങ്കിലും സാധ്യത കാണും ഓപ്പൺലി ഒരു യുദ്ധത്തിന്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തുർക്കിയുടെ സപ്പോർട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺലി ഡിക്ലെയർ ചെയ്തൊരു വാറിന് ഇറങ്ങി പുറപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സാധ്യത കാണുന്നില്ല. എന്തായാലും ഇറാൻ ഒരു വിട്ടുനിൽക്കാനുള്ള ഒരു ഇതിലായിരിക്കും ആ ഒരു സ്ട്രാറ്റജി നിലവിലുള്ള സാഹചര്യത്തിൽ. അങ്ങനെ ഉണ്ടാകില്ല. ഒരു പക്ഷേ റഷ്യയുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം റഷ്യ ഉക്രൈൻ വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതിൽ റഷ്യക്ക് വളരെ ഓപ്പൺ ആയിട്ട് ഇറാന്റെ പല ആയുധങ്ങളും കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഡ്രോൺ അടക്കമുള്ള പലതും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ റഷ്യക്ക് സ്വാഭാവികമായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ റഷ്യ തന്നെ അവിടെ ഒരു യുദ്ധത്തിൽ നമുക്ക് വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. ഉക്രൈൻ പോലത്തെ ഒരു രാഷ്ട്രവുമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ആ യുദ്ധം നീണ്ടുപോവാണ്. അപ്പൊ അത്തരം ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഒരു മൊത്തം സെക്യൂരിറ്റി അല്ലെങ്കിൽ മിലിറ്ററി വിങ്ങിന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ നല്ലൊരു വിങ്ങിന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി റഷ്യ ചിന്തിക്കുക എന്നുള്ളത് ഒരു വേറെ ചോദ്യമാണ്. അപ്പൊ അമേരിക്ക സ്വാഭാവികമായിട്ടും അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോ നിലവിൽ ഇസ്രായേലിനെ ബാക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടിയന്തര ഘട്ടത്തിൽ സഹായിക്കുക, പിന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുക, ഇത്തരത്തിലായിരിക്കും യുഎസിന്റെ ഒരു പ്രസൻസ്. അതേസമയം റഷ്യ എത്രത്തോളം ഓപ്പൺലി ആയാലും സീക്രട്ട്ലി ആയാലും ഇറാന്റെയും ഇറാന്റെ ഈ പറഞ്ഞ സിറിയ പോലത്തെ നമുക്കറിയാം റഷ്യയുടെ പ്രധാനപ്പെട്ട 2 അലയൻസ് ആണ് ഈ റീജിയനിൽ, സിറിയയും അതേപോലെ ഇറാനും. സ്വാഭാവികമായിട്ടും അവരെ ഈ ഒരു ഇത്രയും തന്ത്രപ്രധാനമായ ഒരു മേഖലയിലെ 2 രാഷ്ട്രങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്.
അപ്പൊ അത് എപ്പോൾ എത്രത്തോളം ആയിരിക്കും ഇവരുടെ സഹായം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു ഓപ്പൺ വാറിലേക്ക് ഇറാനോ അല്ലെങ്കിൽ സിറിയോ കടക്കുക. അത്തരം റഷ്യയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അത്തരം എക്സ്റ്റേണൽ സപ്പോർട്ട് ഉറപ്പില്ലാത്തൊരു ഘട്ടത്തിൽ ഇസ്രായേലുമായിട്ട് ഒരു ഓപ്പൺ വാറിൽ അവർ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുവരെ ഇവർ മാക്സിമം ഈ ഒരു പ്രോക്സീസിനെ കൊണ്ട്, അത് ഹമാസ് ആയിക്കോട്ടെ, ഹൂത്തീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിസ്ബുൾ ആയിക്കോട്ടെ, ഇവരെ വെച്ചുകൊണ്ട് മാക്സിമം വാർ പിടിച്ചു നിൽക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. റൈറ്റ്. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ലെബനനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മാരണൈറ്റ് ക്രിസ്ത്യൻസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലുള്ള രാജ്യമാണ് ലെബനൻ. മറ്റ് രാഷ്ട്രങ്ങളെ പോലെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ പറയുന്ന ഈ മതവിഭാഗങ്ങളുടെ ഒരു സാന്നിധ്യം, അതുകൊണ്ട് തന്നെ ലെബനാനിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ ഒരുപക്ഷെ മറ്റ് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇതുവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു ആയ രാജ്യങ്ങൾ പൂർണ്ണതോതിൽ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് കരുതാമോ? രാജു സാർ പറഞ്ഞ പോലെ ഇപ്പം ബാക്കി അറബ് അല്ലെങ്കിൽ മുസ്ലിം വെസ്റ്റ് ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലെബനോന്റെ ഒരു ഡെമോഗ്രഫിക് കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളവിടുത്തെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഗവൺമെന്റ് സിസ്റ്റം. അത് കൺസോസിയേഷണൽ ഫോം ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ പറ്റും പ്രസിഡന്റ് എപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആളായിരിക്കും, പ്രൈം മിനിസ്റ്റർ എപ്പോഴും സുന്നി കമ്മ്യൂണിറ്റി എന്നുള്ള ആളായിരിക്കും, സ്പീക്കർ ഷിയ കമ്മ്യൂണിറ്റി. എങ്ങനെയാണ്, ഇതാണ് എന്റെ ഓർമ്മ, അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്തരം ഇത് അത് മാത്രമല്ല, വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സെൻസസ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാത്ത ഒരു രാഷ്ട്രം കൂടിയാണ് ലെബനൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അവിടുത്തെ വൺസ് അത് ഡിക്ലെയർ ചെയ്ത് അത് പബ്ലിഷ് ചെയ്താൽ ഒരു പക്ഷെ അവിടുത്തെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡെമോഗ്രഫിക് ഈ പറഞ്ഞ കോമ്പോസിഷനിലെ പല തരത്തിലൊരു ഇംബാലൻസോ അല്ലെങ്കിൽ അത് ഒരു പക്ഷെ ഒരു പൊട്ടിത്തെറിയിലേക്കോ അതിന്റെ ഒരു ഇമ്പാക്ട് പല തരത്തിലായിരിക്കും ആ രാഷ്ട്രത്തിൽ ഉണ്ടാകും. അപ്പൊ ഒരു പക്ഷെ അത് ഭയന്നിട്ടായിരിക്കാം ആ രാഷ്ട്രം അവിടുത്തെ സെൻസസ് പോലും വർഷങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനസംഖ്യ ഒരു അനുപാതവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാഷ്ട്രത്തില് ഇത്തരത്തിലുള്ള എന്ത് ചേഞ്ചസ് വന്നാലും ഇപ്പൊ നമുക്ക് നേരത്തെ 982 സാബ്ര ഷാത്തല ഇൻസിഡന്റിന്റെ കോൺടെക്സ്റ്റ് തന്നെ ഈ പറഞ്ഞ ഡെമോഗ്രഫിക് കോമ്പോസിഷനിൽ വന്ന ഇംപാലൻസ് ആണ് ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം PLO എന്നുള്ള സംഘടനക്ക് അപ്പുറത്തിട്ട് ഒരുപാട് പലസ്തീൻ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്തിരുന്ന രാഷ്ട്രമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അത്രയും പലസ്തീനിയൻസ് അത് വലിയൊരു നമ്പറാണ്, ലക്ഷക്കണക്കിന് ആളുകൾ വരും. അപ്പൊ അത് അവിടുത്തെ ഒരു നിലവിലുള്ള ഒരു ജനസംഖ്യ അനുപാതത്തെ ഒരു താൽക്കാലികമായിട്ടൊരു മാറ്റം വരുത്തിയപ്പം അവിടെയുള്ള ആളുകൾക്ക് അത് പലതരത്തിൽ ഒരു ഡിസ്റ്റർബൻസ് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്നു. അതിന്റെയും കൂടി എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും അവിടെ പിന്നീട് നടന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ഇസ്രായേൽ ഇൻവേഷൻ നടക്കുന്നതും ഹിസ്ബുൾ എന്ന സംഘടന ഫോം ചെയ്യുന്നതും ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് ആ രാഷ്ട്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസ് നമുക്ക് നോക്കുന്ന 901 ലോകമഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം ഓട്ടോമൻ എംപയർ തകരുന്നു. അതിനുശേഷം ലീഗ് ഓഫ് നാഷൻസ് ആണ് അന്ന് ലീഗ് ഓഫ് നാഷൻസിന്റെ ഒരു മാൻഡേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ലെബനോനും സിറിയയും ഈ രണ്ട് രാഷ്ട്രങ്ങൾ അതൊരു ഒറ്റ രാഷ്ട്രമായിരുന്നു, പിന്നീടാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അത് ഫ്രാൻസിന്റെ കൺട്രോളാണ് വരുന്നത്. അതേസമയം ജോർദാന്, പലസ്തീൻ, ഇറാഖ് പോലത്തെ രാഷ്ട്രങ്ങളെല്ലാം ബ്രിട്ടന്റെ കൺട്രോളാണ്. അപ്പം ബ്രിട്ടന്റെ കൺട്രോൾ. അപ്പം ഈ ലെബനോൻ അന്ന് മുതൽ 920 മുതൽ ഏകദേശം 43 വരെ 23-25 വർഷത്തോളം ഫ്രാൻസിന്റെ കൺട്രോൾ ഉണ്ടായിരുന്ന രാഷ്ട്രമാണ്. അപ്പൊ ഒരു ഫ്രഞ്ച് കൾച്ചർ നമുക്കറിയാം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒരു ഇൻഫ്ലുവൻസിലുള്ള അല്ലെങ്കിൽ അവരുടെയും കൂടി സപ്പോർട്ടും ഒരു ഇതൊക്കെ ഉള്ള ഒരു മാരിനേറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ അവർ പൊളിറ്റിക്കലി വളരെ സ്ട്രോങ് ആണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ലെബനോന്റെ കേസിൽ കാണണം. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ആക്രമണം നടന്നാലും, ഡിസ്പ്ലേസ്മെന്റ് നടന്നാലും, പോപ്പുലേഷൻ റീലൊക്കേഷൻ നടന്നാലും, പവർ ഷിഫ്റ്റ് നടന്നാലും അതെല്ലാം കൃത്യമായിട്ട് അവിടുത്തെ ഒരു മൊത്തം അവിടുത്തെ ഒരു ജനസംഖ്യ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളെയും അവരുടെ പൊളിറ്റിക്കൽ പവർ സ്ട്രക്ചറിനൊക്കെ കൃത്യമായിട്ട് സ്വാധീനിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ ലെബനോൻ എന്ന രാഷ്ട്രത്തിനുണ്ട്. റൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ലെബനൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം ഒരുപക്ഷെ അധികകാലം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒന്നിപ്പോ നമ്മള് ഈ ഹമാസിനെതിരെയുള്ള ഈ അറ്റാക്ക് തുടങ്ങിയപ്പോ നമ്മളൊക്കെ വിചാരിച്ചത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കേസേ ഉള്ളൂ, ഹമാസ് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷെ
എന്തുകൊണ്ടോ നമുക്കറിയാം അതിങ്ങനെ നീണ്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തായിട്ട് തിരിച്ചടി വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഹിസ്ബുള്ളയുടെ കേസാണെങ്കിൽ വേണമെങ്കിൽ നമുക്കറിയാം അവർ വിചാരിച്ചാൽ ഇതൊക്കെ ഒരു മാസം കൊണ്ട് തീർക്കാവുന്ന കേസേ ഉള്ളൂ. ഇനിയിപ്പോ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയും അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുന്നു, അതേപോലെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെന്ന് അവരും ഒരു കോംപ്രമൈസിൽ എത്താൻ തീരാവുന്ന പ്രശ്നം. പക്ഷെ രണ്ടു കൂട്ടർക്കും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പോയിന്റ് എവിടെയോ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു എപ്പിസോഡ് വയലൻസ് നമുക്ക് ഞാൻ പറഞ്ഞു ഇസ്രായേലിന്റെ ആവശ്യം എന്താ വെച്ചാൽ ഈ നോർത്തേൺ ഇസ്രായേലിലുള്ള ആളുകൾ ഇസ്രായേലി സിറ്റിസൺസിനെ തിരിച്ച് അവർ വീടുകളിലേക്ക് എത്തിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. അതിന്റെ കൂടെ അവർ ഇപ്പോഴത്തെ അറ്റാക്ക് നടക്കുമ്പോൾ അവർ മെയിൻ ആയിട്ട് പറയുന്ന വേറൊരു അഡീഷണൽ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ലെബനോൻ ബോർഡറിൽ നിന്ന് ഹിസ്ബുള്ള ഒരുപാട് പുറകെ മാറണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അത് നേരത്തെയും അവർ 2006 വാറിനും UN അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ചിരുന്നു. അവർ ഏകദേശം 30ഓളം കിലോമീറ്റർ അവർ പുറകോട്ട് മാറണം, ഒരു ഫ്രീ ബഫർ സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. കാരണം ഇസ്രായേലിലേക്കുള്ള മിസൈലിന്റെ അറ്റാക്ക് അത്രയും അവർക്ക് ഒരു സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് അന്ന് പക്ഷേ ഞാൻ മനസ്സിലായി ഹിസ്ബുള്ള ഒരു ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഒരു മിനിമം 10-15 കിലോമീറ്റർ പുറകോട്ട് മാറണം എന്നുള്ള ബോർഡറിൽ നിന്ന് ഹിസ്ബുള്ള മാറണം അല്ലെങ്കിൽ മാറ്റണം എന്നുള്ള ആവശ്യമാണ്. അപ്പം അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അത്രയും ഒരു അനക്സേഷൻ ഒരു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലി കൺട്രോളിലായിട്ടൊരു ഏരിയ ആയിട്ട് മാറാം. അപ്പം ചിലപ്പം ഒരു 10 കിലോമീറ്റർ ആയിട്ടും ആഗ്രഹിക്കുന്നത്, പക്ഷെ അനക്സ് ചെയ്യുമ്പോൾ ഒക്കുപൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നേരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പൊ പലസ്തീൻ ഒക്കുപ്പേഷനും അല്ലെങ്കിൽ സിറിയൻ ഒക്കുപ്പേഷൻ, പിന്നീട് സിറിയയുടെ കേസിൽ ഗൊലാൻ ഹെയ്റ്റ്സ് പിന്നെ അവിടെ ഒരു ഒഫീഷ്യലി അനക്സ് ചെയ്യുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിട്ടുള്ള ഒരു ഡ്രീം അല്ലെങ്കിൽ ടാർഗറ്റ് ആയിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു വാറിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു അറ്റാക്കിന്റെ പേരിൽ ഒരു വേറൊരു പ്രദേശം ഒരു സോവറിൻ സ്റ്റേറ്റ് അറ്റാക്ക് ചെയ്യുന്നു, അവിടുത്തെ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ അവിടെ ഒക്കുപേഷൻ നടത്തുന്നു, പിന്നീട് അനക്സേഷൻ നടക്കുന്നു, പിന്നീട് അവരെ മിലിറ്ററി ബേസും കാര്യങ്ങളുടെ സെക്യൂരിറ്റി അപ്പാരറ്റസ് എല്ലാം അവർ ഡിപ്ലോ ചെയ്യുന്നു. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ കാണുന്ന ഒരു ടെൻഡൻസിയാണ്. അത് വെസ്റ്റ് ബാങ്കിലായിക്കോട്ടെ, ഗാസയിലായിക്കോട്ടെ, സിറിയയിൽ ഗോലാൻ ഹെയ്റ്റ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു പക്ഷെ നമുക്ക് ഗാസ അതേപോലെ സിനായ് പെനിൻസുല ബോർഡറിൽ നമുക്ക് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ അത് ഇസ്രായേലിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഇതിനൊക്കെ സാധ്യതയാണ്. റൈറ്റ്. ലബനാനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം, ഗസയ്ക്ക് പിറകെ ഇറാനിൽ, സിറിയയിൽ, ഇപ്പോൾ ലബനാനിൽ വലിയ തോതിലുള്ള മനുഷ്യനാശം വരുത്തിക്കൊണ്ട് മനുഷ്യജീവനുകൾ എടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ ലബനാനിൽ തുടങ്ങി ഇപ്പോൾ ബെയ്റൂത്തിൽ വരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇത് എത്ര ദിവസം, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക, ഇത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്നൊരു സംഘർഷമായി വളരുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കണം. ഒരുപക്ഷെ മനുഷ്യരാശിയെ മുഴുവൻ ആകുലപ്പെടുത്തുന്ന വിധത്തിലാണ് ഇസ്രായേലിൻ്റെ യുദ്ധവെറി അത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.